നിങ്ങളിപ്പോൾ കോട്ട് വെട്ടിയില്ലേ? കുറച്ച് പേരെങ്കിലും ഇട്ടിട്ടുണ്ടാവും. സാധാരണഗതിയിൽ ഇപ്പം ഇട്ടിട്ടില്ലെങ്കിലും കോട്ട് വെട്ടണ കാണുന്ന സമയത്ത് നമുക്ക് കോട്ട് പാടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറില്ലേ? ഈ സെയിം മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് സ്റ്റീവ് ജോബ്സ് ഐപോഡ് ഹിറ്റാക്കിയത്. ഈ സെയിം മെക്കാനിസം നമ്മുടെ ബ്രെയിനിലുള്ളതുകൊണ്ടാണ് നമുക്ക് അത്ര ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മളിങ്ങനെ വാങ്ങിച്ച് കൂട്ടാനുള്ള കാരണം. ഈ സെയിം മെക്കാനിസം നമ്മളുള്ളതാണ് വായ ടു കാണുന്ന സമയത്ത് ഹാഷർ കരയുമ്പോൾ നമുക്കും കരച്ചിൽ വരുന്നത്. ഈ ഒരു മെക്കാനിസം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും മാജിക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. വർഷം 1992 പാർമ യൂണിവേഴ്സിറ്റിയിൽ ജിയാക്കോമോ റെസിലാറ്റി എന്ന് പറഞ്ഞ പേരുള്ള ഒരു ഇറ്റാലിയൻ ന്യൂറോ സയൻറ്റിസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. കുറേ കുരങ്ങലിലാണ് എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രീ മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യും, ഒരു ആക്ടിവിറ്റി ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു ഏരിയ ആക്റ്റീവ് ആവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ് നടത്തുന്നത്. FMRI സ്കാനിങ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ കുരങ്ങന്മാരുടെ തലയിൽ ഒരു ഇലക്ട്രോഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ട്രോഡ് നേരെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു മെഷീനിലാണ്. അപ്പോൾ എപ്പോഴൊക്കെ ഈ പ്രീ മോട്ടോർ ഏരിയാസ് ആക്റ്റീവ് ആവുന്നു അപ്പോൾ ഈ മെഷീന് ബീപ്പ് അടിക്കും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ്. അപ്പോൾ ഇങ്ങനെ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ കുരങ്ങനെ കൈയിട്ട് വാങ്ങുന്ന സമയത്ത് പ്രീ മോട്ടോർ ഏരിയാസ് ആക്റ്റീവ് ആവുന്നു, ബീപ്പ് അടിക്കുന്നു. അപ്പോൾ അതിൻ്റെ അളവും കോലുകളൊക്കെ വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ്. ഒരു ഉച്ച സമയത്ത് ഈ ടീം മെമ്പറിലുള്ള ഒരാൾ ഒരു കോൺ ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു ലാബിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു എക്സ്പെരിമെൻ്റ് ഒന്നും അവിടെ നടക്കുന്നില്ല. ലാബിലേക്ക് ഇയാളിങ്ങനെ ഫ്രീ ടൈം ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു കോൺ ഐസ്ക്രീം നക്കിക്കൊണ്ട് വരികയാണ്. പെട്ടെന്ന് ബീപ്പ് 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 എന്ന് പറഞ്ഞിട്ട് സൗണ്ട് അടിക്കുന്നുണ്ട്. എന്തോ കംപ്ലൈൻ്റ് ആണോ, മെഷീനിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണോ എന്നൊക്കെ കരുതിയിട്ട് റിസലാറ്റിയും കൂട്ടരും അത് പോയി നോക്കുന്ന സമയത്താണ് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതായത് ഈ കുരങ്ങന് പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല. ആകെ ചെയ്തിട്ടുള്ളത് ഈ ക്രൂ മെമ്പർ ആ കോൺ ഐസ്ക്രീം നക്കുന്നത് ഇങ്ങനെ നോക്കി നിന്നു, ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ ക്യൂരിയസ് ആയിക്കൊണ്ട് പല രീതിയിലുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി ഒരു കണ്ടെത്തലവിടെ കണ്ടെത്തുകയാണ്. അതായത് ഈ പ്രീമോട്ടർ ഏരിയ ഉണ്ടല്ലോ, പ്രീമോട്ടർ ഏരിയ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാത്രമല്ല, സെയിം ആക്ടിവിറ്റി വേറൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴും അതിൻ്റെ ഒരു അളവ് ഇപ്പുറത്തും ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കണ്ടെത്തുകയാണ്. അതായത് ഒരാൾ ഐസ്ക്രീം കഴിക്കുകയാണ്, ആ കഴിക്കുമ്പോൾ അയാൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, അവിടെ കുറേ പ്രോസസ്സുകൾ നടക്കുന്നുണ്ടല്ലോ. അത് കാണുന്ന ഒരാൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് മിറർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അയാൾ കണ്ടെത്തി. അയാൾ അന്ന് അതിന് പേരിട്ടു മിറർ ന്യൂറോൺസ് എന്നുള്ളത്. ഈ മിറർ ന്യൂറോണിൻ്റെ മുകളിലാണ് പല അഡ്വർടൈസ്മെൻറ്റും പല ബ്രാൻഡിങ്ങും പല പ്രൊഡക്റ്റിൻ്റെ ഡിസൈനൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇത് കണ്ടെത്തിയതിന് ശേഷം ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്സുകളൊക്കെ നടത്തിയിട്ട് അതിനെ പൂർണ്ണമായിട്ട് ശക്തമാക്കി. അതായത് ഒരു ബോർഡിൽ സ്ക്രാച്ചിങ് എന്ന് എഴുതി അത് വായിക്കുന്ന സമയത്ത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ബ്രെയിനിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റിലൂടെ ഇത് എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. അതായത് നമുക്കൊരു കാര്യം ബ്രെയിനിൽ ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യണം എന്നില്ല, ആ കാര്യം ചെയ്യുന്നത് കണ്ടാലും മതി എന്നുള്ളത്. വായറ്റിലെ ഹാഷർ കരയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് കരച്ചിൽ വരുന്നത് എന്നുള്ളത് ഇപ്പോൾ കണക്റ്റ് ആവുന്നില്ലേ. ലുലു മാളിലൂടെ ഇങ്ങനെ ചുമ്മാ നടക്കണം. അപ്പോൾ ലൂയി ഫിലിപ്പിൻ്റെ ഷോറൂമിൻ്റെ സൈഡിലൂടെയാണ് നടക്കണേ. കുറേ ആയി 2 ഷർട്ട് എടുക്കാൻ വിചാരിക്കണോ, ഈ ഒരു ചിന്ത വന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറി. അപ്പോൾ നോക്കുമ്പോൾ ഓഫർ, എന്നാൽ പിന്നെ 2 എടുക്കാം തീരുമാനിച്ചു. എടുക്കുന്നു, പോരുന്നു. വെയിറ്റ് എന്താണ് ആക്ച്വലി നടക്കുന്നത്? ഈ കറക്റ്റായിട്ട് ബ്രെയിനിൽ എന്ത് നടക്കണമെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും സ്വാഭാവികമായി നടന്നതല്ല, ഇതൊക്കെ ഡിസൈൻ ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിങ്ങനെ നടന്നു പോവാണ്, ലൂയി ഫിലിപ്പിൻ്റെ ഷോറൂമിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നത്. അവിടെ ഒരു വലിയ പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്ററിൽ നമ്മളുടെ അതേ സെയിം പ്രായത്തിലുള്ള ഒരാൾ മോഡലാണ്. ആൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നൊരു ഫോട്ടോ ആണ്. ആ കോൺഫിഡൻസ് നമുക്ക് ആവശ്യമുള്ളൊരു സംഗതിയാണ്. നമ്മൾ അതേപോലെ വെൽ ഗ്രൂംഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അവിടെ കിട്ടുന്ന ഒരു ബ്രെയിൻ ആക്ടിവിറ്റി ഉണ്ടല്ലോ, അത് നമ്മളിലേക്ക് നമ്മൾ പോലും അറിയാതെ മിറർ ചെയ്യപ്പെട്ടു. എന്നാലും ഫുള്ളല്ല, ഒരു ഹാഫൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഫുൾഫിൽ ആക്കണം എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു തോന്നൽ നമുക്ക് നമ്മൾ ആ ഷോറൂമിലേക്ക് കയറുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ്, ഒരു പ്രീമിയം സെറ്റപ്പ്, നല്ല ഫ്രാഗ്രൻസ്, ഒരു ലൈറ്റ് മ്യൂസിക് മോഡൊക്കെ സെറ്റായി നമ്മൾ ആ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. നമ്മളുടെ ബ്രെയിന് ആക്റ്റീവ്ലി ആ ഒരു കണ്ടീഷനിലേക്ക് എത്തുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നമ്മൾ ഈ പ്രീമിയം ബ്രാൻഡ് സ്റ്റോറിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെയുള്ള മൊത്തത്തിലുള്ള സെറ്റപ്പ് കൊണ്ട് നമ്മളുടെ സംസാരത്തിൻ്റെ ശൈലി വരെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. കാരണം എന്താ, നമ്മളെ ബ്രെയിന് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് നമ്മൾ ആഗ്രഹിക്കുന്നു. അവിടെ കൃത്യമായിട്ട് സെയിൽസ് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന 2 എടുത്തു കഴിഞ്ഞാൽ 20% ഓഫർ. ഒന്ന് തന്നെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ എങ്ങനെയൊക്കെയോ അവിടെ എത്തിപ്പെട്ടതാണ്. അവിടെ ഒന്നും കൂടെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് 2 പർച്ചേസ് ചെയ്യിപ്പിക്കുന്നു.
അത് വാങ്ങി വീട്ടിലെത്തി പിറ്റേന്ന് അത് നോക്കുന്ന സമയത്ത് നമുക്കത് അത്ര തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ ഒബ്വിയസ്ലി ബ്രാൻഡഡ് ഷർട്ടൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഫീലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ സ്റ്റോറിൽ നിൽക്കുമ്പോൾ കിട്ടിയ അത്ര തന്നെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് പലപ്പോഴും ഇമോഷണലാണ്. നമ്മളൊരു റാഷണൽ ഡിസിഷൻ ഒന്നല്ല എടുക്കണം എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. വർഷം 2004 ന്യൂയോർക്ക് സിറ്റിയിലെ മാഡിസൺ അവന്യൂവിൽ ചുമ്മാ അങ്ങനെ നടക്കുകയാണ് സ്റ്റീവ് ജോബ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു പയ്യന്, ഒരു ജെൻസി പയ്യൻ, അന്ന് ജെൻസി അല്ല അന്നത്തെ ജെൻസി, വൈറ്റ് ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ട് കൂളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. വേറൊരു ഗൈ ഹൂഡിയൊക്കെ ധരിച്ചിട്ട് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഈ ഹെഡ്സെറ്റ് തൂങ്ങി കിടക്കുന്നുണ്ട്. വേറൊരാളുടെ ബാഗിൽ ഇങ്ങനെ പുറത്തേക്ക് തൂങ്ങി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ച് സ്റ്റീവ് ജോബ്സ് സ്വന്തം പറയണേ, ഓ മൈ ഗോഡ് ഇറ്റ്സ് വർക്കിംഗ് എന്നുള്ളത്. ഇതൊരിക്കലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് ഡിസൈൻ ചെയ്തതാണ്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആൾ സ്വന്തം പറഞ്ഞു എന്നുള്ളതാണ് സ്റ്റീവ് ജോബ്സ് പറഞ്ഞത്. അതായത് ഈ കാണുന്ന സീന് ആക്ച്വലി സ്റ്റീവ് ജോബ്സ് ഡിസൈൻ ചെയ്തതാണ്. അന്ന് ഇറങ്ങിയിട്ടുള്ള ഹെഡ്സെറ്റുകളൊക്കെ വാക്ക്മാന് അത്തരം ഡിവൈസസ് ഒക്കെ ഉള്ള കാലത്താണ് ഐപോഡ് ഇറക്കുന്നത്. അപ്പോൾ അന്ന് ഇറങ്ങിയിട്ടുള്ള ഡിവൈസസിലൊക്കെ ഹെഡ്സെറ്റ് ബ്ലാക്ക് കളറിലായിരുന്നു. അതൊരു ബോറിങ് കളർ എന്നുള്ളൊരു മൂഡ് ഐപോഡിൻ്റെ ഹെഡ്സെറ്റ് വൈറ്റിലേക്ക് ഇറക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൂൾ ഗൈ എഫക്റ്റ് ഈ ഒരു വൈറ്റ് ഹെഡ്സെറ്റ് ഇട്ട് നടക്കുക എന്നുള്ളൊരു സാധനത്തിൽ വന്നു. കാരണം ആപ്പിൾ ഇറക്കിയ ഐപോഡ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഇറ്റ്സെൽഫ് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കാണ് ആ സമയത്ത്. മില്യൺ സോങ്സ് ഇൻ യുവർ പോക്കറ്റ് എന്നുള്ള ക്യാപ്ഷനൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങി ഹെഡ്സെറ്റ് ഇട്ട് നടക്കുക എന്നുള്ളതൊരു കൂൾ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചുമ്മാ കൂൾ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ നമുക്കൊരു സെൽഫ് എക്സ്പ്രസീവ് ബെനിഫിറ്റ് കിട്ടണം. നമ്മളെ തന്നെ സമൂഹത്തിന് മുമ്പിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുള്ളൊരു സഹായമാവുന്ന ഒരു ക്യൂ ആയിരുന്നു എന്ത്, ഈ വൈറ്റ് ഹെഡ്സെറ്റ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ ധരിച്ചിട്ട് കേൾക്കുന്ന അവസ്ഥയിലല്ലെങ്കിൽ കൂടി പുറത്ത് തൂക്കിയിടണം എന്ന് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വാങ്ങാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് ഇവിടെ പ്രൊഡക്റ്റ് ഹെഡ്സെറ്റ് അല്ല എന്നുള്ളത് ആദ്യം ആലോചിക്കണം. ഐപോഡാണ്. ഐപോഡ് വാങ്ങാത്ത ആൾക്കാർ ഇത് കാണുന്ന സമയത്ത്, ആ സമയത്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഐപോഡ് വാങ്ങി ഹെഡ്സെറ്റ് ഇട്ട് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടാവുമല്ലോ, ആ കിക്കിൻ്റെ ഒരു പെർസെൻറ്റേജ് ബാക്കിയുള്ള ഇത് കാണുന്ന ആൾക്കാരിലേക്കും നടന്നു എന്നുള്ളതാണ് അവിടെ നടന്നിട്ടുള്ളത്. അതായത് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഫായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അത് വാങ്ങണം, ഫുൾഫിൽ ആക്കണം, അതിൻ്റെ ഭാഗമായിട്ട് മാറണം. ആ ആഗ്രഹം നല്ല രീതിയിൽ വരുന്നു, ഐപോഡ് വാങ്ങുന്നു, ആളും അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അതായത് ഒരു വാക്കിംഗ് ബിൽ ബോർഡായിട്ട് ആ വൈറ്റ് കളറോട് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഒരു ബ്രില്യൻസ് ആലോചിച്ച് നോക്കൂ. സ്റ്റീവ് ജോബ്സ് ഇതൊക്കെ എഞ്ചിനീയർ ചെയ്തതാണ്, അല്ലാതെ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയതല്ല. യൂട്യൂബിലൊരു കാലത്ത് ട്രെൻഡായി വന്നിട്ടുള്ളൊരു കാറ്റഗറിയാണ് അൺബോക്സിങ് വീഡിയോസ് എന്നുള്ളത്. പണ്ട് അൺബോക്സിങ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട് തോന്നുന്നു. പിന്നെ അൺബോക്സിങ് ഡ്യൂഡ് നമ്മുടെ നാട്ടിലുള്ള. പിന്നെ ഒബ്വിയസ്ലി എല്ലാ ആൾക്കാരും ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ഈ അൺബോക്സിങ്ങിലായിരിക്കും. ഭയങ്കര ഹിറ്റാണ്, കാരണം അത് അത്ര വ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ പിന്നെ അത്രയും ഓവർ ആൾക്കാർ വന്നപ്പോൾ അതിൻ്റെ ഒരു ഡൗൺ വന്നിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നു. പക്ഷേ ഇവിടെ നടക്കുന്നത് ആക്ച്വലി മിറർ ന്യൂറോൺസിൻ്റെ വർക്കിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല, വേറൊരാൾ അത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. എന്തായാലും നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഫോൺ വാങ്ങിയതും ലാപ്പ് വാങ്ങിയതൊക്കെ ആലോചിച്ചാൽ മതി. ആ സ്റ്റാർട്ടിങ് ടൈമിലാണ് നമുക്ക് അത്രയും ഹാപ്പിനെസ്സും ഡോപ്പമൈനും നമ്മുടെ ബ്രെയിനിലുള്ളത്. പിന്നെ അത് കുറഞ്ഞ് വരിക ചെയ്യുക. അപ്പോൾ അത് അത്രയും ഹാപ്പിയർ ആയിട്ടുള്ള പ്ലഷർഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അൺബോക്സിങ് എന്നുള്ളത്. അപ്പോൾ ഈ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, ആ കിക്കിൻ്റെ ഒരു ഭാഗം നമ്മളത് കാണുമ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കാലത്ത് എന്ത് ചെയ്ത് അൺബോക്സിങ് വീഡിയോസുകളൊക്കെ അത്ര ഹിറ്റായി, നല്ല വ്യൂസും നല്ല മോണിറ്റൈസേഷനൊക്കെ ആ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് പ്രൊഡക്റ്റുകൾ ആളുകൾ അയച്ചു കൊടുക്കും, ബ്രാൻഡുകൾ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്, ബ്രാൻഡുകൾ അയച്ചു കൊടുക്കും ഫ്രീ ആയിട്ട്. അവിടെ എന്തിനാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ഇവർക്ക് വ്യൂ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ മിറർ ന്യൂറോൺസ് ഉണ്ട്. ഇപ്പോൾ ഇത് കാണുന്ന ഓഡിയൻസിന് അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും, എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, അതൊരു ഫണ്ടിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ഡിവൈസ് അത് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് അത് വാങ്ങണം എന്നുള്ള ഒരു ആവശ്യം ആ കാണുന്ന ഓഡിയൻസിൻ്റെ ബ്രെയിൻ ആളോട് പറഞ്ഞിട്ട് അവിടെ ഒരു സെയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ബ്രാൻഡ്സ് ഇവിടെ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ മിറർ ന്യൂറോൺസ് എല്ലായിടത്തും കാണാൻ പറ്റും. നമ്മൾ ടെസ്റ്റ് മോഡിൽ നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് സോഷ്യൽ പ്രൂഫ് ബിസിനസ്സിനെ ഹെൽപ്ഫുൾ ആക്കും എന്നുള്ളതൊക്കെ. അവിടെ ഒരു ട്രസ്റ്റിൻ്റെ ഒരു ഘടകം ഉണ്ടെങ്കിൽ കൂടി അവിടെ ആക്ച്വലി നടക്കുന്നത് ഒരു മിറർ ന്യൂറോണിങ്ങാണ്. അതായത് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ പർച്ചേസിങ്ങിലൂടെ കിട്ടുന്ന കുറേ ബെനിഫിറ്റുകൾ ഉണ്ടാവുമല്ലോ, ആ ബെനിഫിറ്റുകൾ വേറൊരാൾ പറയുന്നത് കേൾക്കുമ്പോൾ അടക്കം ആൾക്ക് എന്തുണ്ട്, ആ ബെനിഫിറ്റ് കിട്ടിയ പോലെ ഒരു സംഗതി നടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ മിറർ ന്യൂറോൺസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കോട്ടുകൾ തൊട്ടാണ് നമ്മൾ തുടങ്ങിയെന്നുള്ള ആലോചിക്കണം. എപ്പോഴും നമ്മൾ വേറൊരാളെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ ഇതൊരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. യൂണിലിവർ ഒരു സമയത്ത് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി, കുറച്ച് വളണ്ടിയേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ ഈ ഷാമ്പൂവിൻ്റെ ആഡ് കാണിച്ച സമയത്ത് ഷാമ്പൂവിലുള്ള ആ ഒരു മോഡൽ ഇങ്ങനെ മുടി ഇങ്ങനെ
ഷാമ്പു തേൽക്കുമല്ലോ, അത് കാണുന്ന ആൾക്കാരിൽ ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ സ്വാഭാവികമായിട്ട് അവരുടെ കൈ തലയിൽ എത്തിച്ചു എന്നുള്ളതാണ്. അതായത് അത് കാണുമ്പോൾ ആൾക്ക് എന്ത് ബ്രെയിനിൽ പ്രവർത്തനം നടക്കുന്നത് അത് കാണുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു സംഗതി ഒരു റാൻഡായിട്ട് കണ്ടെത്തിയ ഒരു സംഭവമാണ് യൂണിലിവർ. ഇങ്ങനെ പല എക്സ്പെരിമെൻറ്റ്സുകളുണ്ട്. ആ എക്സ്പെരിമെൻറ്റിലൂടെയൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ബ്രാൻഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് സ്റ്റീവ് ജോബ്സിനെ പോലെ ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു ആഡിൻ്റെ കോസ്റ്റും ഇല്ലാതെ നമുക്ക് അതിൻ്റെ ഡിസൈൻ ഇറ്റ്സെൽഫ് അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്ത് മിറർ ന്യൂറോൺസ് എന്നുള്ള ബ്രെയിനിൻ്റെ ആ പ്രത്യേക സ്വഭാവം. ഈ പ്രത്യേക സ്വഭാവം നമ്മളുടെ ബ്രാൻഡുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഇതിലൊരു ടേക്ക് അവേ എന്നുള്ള ലെവലിൽ നമ്മൾ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും, പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്താണെങ്കിലും, പ്രൊഡക്റ്റിൻ്റെ പാക്കേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും, നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ്സ് പ്ലാൻ ചെയ്യുന്ന സമയത്താണെങ്കിലും, നമ്മളൊരു ആഡ് കോപ്പി പ്ലാൻ ചെയ്യുന്ന സമയത്താണെങ്കിലും, ഡിസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും, ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് നമ്മളൊരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുക: ഇത് കാണുന്ന ആൾക്കാരുടെ ബ്രെയിനിൽ എന്ത് ഇമോഷനാണ് വരേണ്ടത്? എന്ത് ട്രിഗറാണ് അവരെ ഇമോഷൻ ഉണ്ടാക്കുന്നത്? അത് എങ്ങനെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ക്ലയൻറ്റിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പിച്ച് ഡെക്ക് ആയിക്കോട്ടെ, അവിടെ നമ്മളുടെ സർവീസിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ, ഒരു കിക്ക്, നേരത്തെ പറഞ്ഞ കിക്ക്, ആ കിക്കിനെ ഫേക്ക് ചെയ്യാൻ, സിമുലേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് പറ്റുന്നുണ്ടോ? നമ്മളെ ബ്രാൻഡിൻ്റെ, നമ്മളുടെ പ്രൊഡക്റ്റിൽ എന്താണ് ഇത്തരത്തിൽ ഒരു മിറർ ന്യൂറോൺ ആയി ഒരു മിററിങ് നടക്കുന്ന എന്ത് പ്രോസസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്? സ്റ്റീവ് ജോബ്സ് വൈറ്റ് കളറിലുള്ള ഹെഡ്സെറ്റ് വെക്കുക എന്ന് പറയുന്ന പോലെ അത് മാത്രം കൊണ്ട് ഒന്നും ആവില്ല കേട്ടോ. ഐപോഡ് നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടും കൂടെയാണ്. അപ്പോൾ ആ ഒരു സൈഡും കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. നമ്മളിപ്പോൾ സെയിൽസിലാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു നല്ലൊരു അൺബോക്സിങ് വീഡിയോ വന്നിട്ടുള്ള ലീഡിന് അയച്ചു കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി ആ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ആ ലീഡായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആൾക്ക് ഒരു അൺബോക്സിങ് വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആ ഒരു സാധനം ഈ വീഡിയോയിലൂടെ അവർക്ക് കിട്ടുകയും അത് ഫുൾഫിൽ ആക്കണം എന്നുള്ളൊരു ഇമോഷൻ സൈഡ് പീക്കാവുകയും ചെയ്യും. സെയിൽസിലൊക്കെ അങ്ങനെയാണ്. ഇമോഷൻ സൈഡും ലോജിക്കൽ സൈഡും ഉണ്ട്. ലോജിക്കൽ സൈഡ് എന്താ, എത്ര പ്രൈസ് ആവും എന്നുള്ള ഒരു ലോജിക്കൽ സൈഡാണ്. ഇമോഷൻ സൈഡ് പ്രൈസിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ പ്രൈസ് ഇച്ചിരി കൂടുതലാണെങ്കിൽ നമ്മുടെ അടുത്ത് സാധനം വാങ്ങുള്ളൂ. അപ്പോൾ ഇമോഷൻ സൈഡ് ട്രിഗർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് സെയിൽസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനിത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു നല്ലൊരു അൺബോക്സിങ് വീഡിയോ അയച്ചു കൊടുത്താൽ മതി. നമ്മൾ ഓവറോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മതി. വൺസ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാങ്ങിക്കഴിഞ്ഞ് മറ്റുള്ള ആൾക്കാരെ ഇത് കാണാനുള്ള ഒരു മിറർ സാധനം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. യൂട്യൂബിൻ്റെ അടുത്ത് നോക്കാം. യൂട്യൂബിലെ പ്ലേ ബട്ടൺ ആക്ച്വലി എന്താണ്? ഈ പ്ലേ ബട്ടൺ ഒരു മിററായിട്ട് നടക്കുന്നുണ്ട്. പ്ലേ ബട്ടൺ കിട്ടുമ്പോഴും അത് ബാക്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത് കാണുന്ന ഓഡിയൻസിന് അതിനോടൊരു ആ കിട്ടിയ പോലത്തെ ഒരു ഫീൽ അവർക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് അതിനോട് ആകൃഷ്ടരാകുന്നുണ്ട്. അതിലൂടെ അവർ ചാനൽ തുടങ്ങുന്നുണ്ട്. ഏത് ബ്രാൻഡിൻ്റെ ആക്ടിവിറ്റീസിൽ ഇത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് അടുത്ത പ്രാവശ്യം ഇതേപോലെ എന്ത് ചെയ്യുകയാണെങ്കിലും, പേഴ്സണൽ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാം കേട്ടോ, എന്ത് ചെയ്യുകയാണെങ്കിലും എന്ത് ഇമോഷനാണ് ട്രിഗർ ചെയ്യേണ്ടത്, അതിന് എന്ത് മിറർ ന്യൂറോൺ എഫക്റ്റാണ് നമ്മളുടെ എഞ്ചിനീയറിങ്ങിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നിടത്ത്, ഡിസൈൻ ചെയ്യുന്നിടത്ത്, നമ്മൾ സ്ട്രക്ചറൈസ് ചെയ്യുന്നിടത്ത്, സിസ്റ്റമൈസ് ചെയ്യുന്നിടത്ത് എന്താണ് അവിടെ കൊടുക്കേണ്ടത് എന്നുള്ളത് ഇപ്പോൾ AI ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മാജിക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോസിൽ കൂടുതൽ ഇത്തരം വീഡിയോസുകൾ ഓൺ ടൈമിൽ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.